കണ്ടു ഗൈസ്, ഇത്രയും പച്ചിലകൾ. ഈ പച്ചിലകൾ കൊണ്ടാണ് നമ്മുടെ തലമുടി നമ്മൾ എന്തേലുമൊക്കെ ചെയ്തിരിക്കണം, എന്തേലുമൊക്കെ പണി ഒപ്പിച്ചൊക്കെ ചെയ്യാം. മുരിങ്ങയുടെ ഇല മാത്രം മതി നിങ്ങളുടെ മുടി അത്രയും താഴെ. ഹായ് ഗൈസ്, ദിസ് ഇസ് മീ ഗരിമ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് 1 വീക്കിന് ശേഷം ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഞാൻ നാട്ടിലെത്തിയിരിക്കുന്നത്, ഞാൻ എന്റെ സ്വന്തം വീട്ടിലെത്തിയിരിക്കുന്നു ഗൈസ്. 2 വീക്കിന് ശേഷമാണ് ഞാൻ തിരിച്ചെന്റെ വീട്ടിലേക്ക് വരുന്നത്. എന്റെ ഹാപ്പിനെസ് ആണ്. പക്ഷെ ഇന്നലെ രാത്രി എത്തി, ഇന്ന് രാവിലെ ഇപ്പൊ എണ്ണീറ്റതേ ഉള്ളൂ. അപ്പൊ ഞാൻ വിളിച്ചു വീട്ടിലെത്തി, ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പൊ നിങ്ങളോട് കളിക്കാണ്. അപ്പൊ എങ്ങനെ നമുക്ക് തുടങ്ങാം. ഞാനെന്നെങ്കിൽ കിച്ചണിലാണ്. ഞാൻ ഈ കിച്ചണിൽ ഒരു പണി ഒപ്പിക്കാൻ പോവാണ്. വീട്ടിലാണെങ്കിൽ അമ്മയില്ലാത്തപ്പോ നമുക്ക് കിച്ചൺ നമ്മുടെ സ്വന്തമാണല്ലോ. അപ്പൊ വന്നാലും തിരിച്ച് ഈ കൊച്ചിന് നടക്കണം, എനിക്കറിയാൻ പാടില്ല. ഞാനിപ്പോ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വീട്ടിൽ വന്നു. അപ്പം എന്റെ മുടിയൊക്കെ കിടക്കുന്നുണ്ടോ, ഒരു ചകിരി പോലെ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും മുടിയൊന്നും അല്ലായിരുന്നു. നല്ല മുടി ഉണ്ടായിരുന്നു. എന്റെ അമ്മാമ്മയ്ക്ക് നല്ല മുടിയുണ്ടേ. ആ ജനറ്റിക്സ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. പിന്നെ എന്റെ അഹങ്കാരം മൂലം അങ്ങനെ പറയാം, എന്റെ അഹങ്കാരം മൂലം ഇപ്പൊ നശിച്ചു വൈദ്യുതി. കുഴപ്പമില്ല, നമുക്കത് വളർത്തി എടുക്കാലോ. ഫുള്ള് വളരുള്ളൂ കേട്ടോ. എന്റെ ഒരു അറിവ് വെച്ച് ഈ മുടി ഇവിടെ അല്ലെ ഇവിടെ വരെ അത്രേ വളരും, താഴോട്ട് നോക്കണ്ട. ആ അങ്ങനെ ഞാൻ കരുതി ഒരു ഹെയർ കെയർ ചെയ്യണം. എനിക്കാണെങ്കിൽ സാറ്റർഡേ സൺഡേ ഹെയർ കെയർ, സ്കിൻ കെയർ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീനിങ്, ഈ പരിപാടികൾ ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. എനിക്ക് വെറുതെ ഇങ്ങനെ കിടക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കണം, എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ചൊക്കെ ചെയ്യണം, എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഞാൻ കരുതി 2 ആഴ്ചയായി. ഞാൻ അറിയാലോ, എറണാകുളത്താണ്. അവിടുത്തെ വെള്ളം ഭയങ്കര മോശമാണ്. ഒന്നാമത് മുടിയില്ല, അതിനോട് ആ വെള്ളം കൂടി ഉപയോഗിക്കുമ്പോൾ ഭയങ്കരമായിട്ട് മുടി പോയിരുന്നു. അതിനോട് ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര ചൂടാണ്, നമുക്ക് സഹിക്കാൻ വരുന്നത്ര ചൂടാണ്. ഒരു ടൈമിൽ ഭയങ്കര ഷോർട്ടാണ് എനിക്ക് ഇഷ്ടം. പക്ഷെ തള്ളയൊക്കെ ആയില്ലേ, എനിക്ക് കുറച്ച് ലോങ് ഹെയർ ഇഷ്ടപ്പെടാം. അതുകൊണ്ട് ഇപ്പം ലോങ് ഹെയറിനോടാണ് താല്പര്യം. ഈ മുടി വെട്ടിയാലും അറ്റത്ത് കുറച്ച് ട്രിം ചെയ്യാണെങ്കിൽ താല്പര്യം. ഞാൻ കരുതിയ ഒരു ഹെയർ കെയർ. കാരണം തലയ്ക്കൊക്കെ നല്ല ചൂടാണ്. രാവിലെ എണീക്കുന്നു. ഞാനാണെങ്കിൽ വീക്കിലി ട്രൈസ് ഒക്കെ ആയിരുന്നു ഹെയർ വാഷ് ചെയ്തിട്ടുള്ളത്. പക്ഷെ പിന്നെ അത് ട്വൈസ് ആയി, പിന്നെ അത് വൺസ് ആയി. വീക്കിലി വൺസ് ഒക്കെ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളതാണ്. ചില സമയത്ത് ചൂടെടുത്തിട്ട് മുടി വാഷ് ചെയ്യും, അങ്ങനെയുണ്ട്. പക്ഷെ വീട്ടിലെത്തി കഴിഞ്ഞാൽ, ഞാൻ പണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ കോളേജിൽ ഭയങ്കര ക്ലോറിൻ വെള്ളമായിരുന്നു. അത് അൺസഹിക്കബിൾ ആയിരുന്നു. അതും വല്ലപ്പോഴും കഴിയാറുള്ളായിരുന്നു. അത് പിന്നെയും പോട്ടെ നിൽക്കാം. കാരണം വീട്ടിൽ ഞാൻ വരുമായിരുന്നു സാറ്റർഡേ സൺഡേ. എല്ലാ വീക്കിലും ഞാൻ നാട്ടിൽ വരുമ്പോൾ നല്ല ചൂട് വെച്ചാൽ അത്ര ചൂടല്ല, ഒരു ഇളം ചൂടൊക്കെ ആയിട്ട് എന്നെ ഇങ്ങനെ ജസ്റ്റ് ചൂടാക്കിയിട്ട് തലയിലൊക്കെ ഫുള്ളിൽ മസാജ് ചെയ്തിട്ട് എന്തോ ഒരു സുഖമാണെന്നറിയാവോ നമുക്ക്, എന്തോ ഒരു സുഖം. ആ സുഖം ശരിക്കും അടിപൊളിയാണ്. ഞാൻ ഇപ്പൊ ഇങ്ങനെ കുടിക്കാറുണ്ട്. ഇപ്പൊ മമ്മി ഇവിടെ ഇല്ല കേട്ടോ, മമ്മി പുറത്ത് നിൽക്കുക. അപ്പം അങ്ങനെ എണ്ണയൊക്കെ തേച്ച് നല്ലപോലെ ഹെയർ മാസ്ക് ഒക്കെ ഇട്ട് കുറെ നേരം താളിയൊക്കെ തേച്ച് നല്ല സൂപ്പറായിട്ട് ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ എങ്ങനെ കരുതി ഹെയർ വാഷ് ചെയ്യാന്ന്. ഹെയർ വാഷ് ചെയ്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹെയർ പാക്ക് ഇട്ടിട്ട് ഒരുപാട് നാളായി. അങ്ങനെ മുടി ഞാൻ എറണാകുളത്ത് പോയിട്ട് വളരെ ചുരുക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പ്രാവശ്യത്തിൽ കുറച്ച് പ്രാവശ്യം മാത്രമേ ഞാൻ നാട്ടിൽ വന്നിട്ട് ഹെയർ പാക്ക് ഇടുള്ളൂ. ഞാൻ അത്രയും എന്റെ മുടിയിൽ കെയർലെസ് ആയിട്ടാണ് ഞാൻ നോക്കിയിരുന്നത്. എനിക്ക് നല്ലതുപോലെ നോക്കാൻ അറിയാൻ പാടില്ലായിട്ടല്ല, മടി. കിട്ടുന്ന അവസരങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ മാക്സിമം ഞാൻ സ്കിൻ കെയർ ചെയ്യാറുണ്ട്. ഹെയർ കെയർ ചെയ്യലും മീൻസ് പാക്ക് ഇടാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അയാളുടെ എണ്ണയൊക്കെ തേച്ച് നിന്ന് ഷാമ്പോ കണ്ടീഷണർ യൂസ് ചെയ്ത് ഞാൻ കഴിയാറുണ്ട്. പിന്നെ ഞാൻ ഇതുവരെ എൻ്റെ ഹെയറിനകത്ത് ഒരു ട്രീറ്റ്മെന്റും ചെയ്തിട്ടില്ല. അതേപോലെ എൻ്റെ ഹെയറിനകത്ത് ഒരു ഹെയർ മാസ്ക്, മീൻസ് നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടുന്ന ഒരു ഹെയർ മാസ്ക് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഉള്ളി നാച്ചുറൽ തിങ്സ് മാത്രമാണ് യൂസ് ചെയ്തല്ല. പിന്നെ ഞാൻ ആകെ ഷാമ്പൂ കണ്ടീഷണർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ചിലപ്പോൾ സമയങ്ങളിൽ ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്യാറില്ല, എനിക്കറിയാൻ പാടില്ല. അത് അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ചില സമയത്ത് കണ്ടീഷണർ യൂസ് ചെയ്യാം. പക്ഷെ കണ്ടീഷണർ യൂസ് ചെയ്ത ചില സമയങ്ങളുണ്ടല്ലോ, എന്താ ഭയങ്കര ഫിക്സായിരിക്കും. ഭയങ്കര മീൻസ് ആ കുളിച്ച് കഴിഞ്ഞ് കുറച്ച് ഡ്രൈ ആയി കഴിയുമ്പോൾ ഓക്കെ ആകും. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഡ്രൈ ആകുക. അപ്പൊ ഞാൻ എന്തെങ്കിലും സെറം എല്ലാം തേക്കാണ്. ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് ബോറടിക്കും. സോ ഞാൻ എന്റെ ഹെയർ പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും എന്താ എന്റെ തലയ്ക്ക് ചെയ്യുന്നതെന്നും ബുദ്ധി വളരാനുള്ള ബുദ്ധിയെങ്കിലും വളരട്ടെ ചെയ്യുന്നതെന്നും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കണ്ടു ഗൈസ്, ഇത്രയും പച്ചിലകൾ. ഈ പച്ചിലകൾ കൊണ്ടാണ് നമ്മുടെ തലമുടി നമ്മൾ കൂൾ ചെയ്യാൻ. ഈ പാത്രം അമ്മ അറിയാതെടുത്തതാ. ഈ പാത്രം നമ്മൾ പുറത്തെടുക്കാറില്ല, ഞാൻ അത്രേ ഉള്ളൂ. അപ്പൊ ഇത് എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങയില ഉണ്ട്, പിന്നെ ചെമ്പരത്തി ഇലയും കുറച്ച് ചെമ്പരത്തി പൂവും, പിന്നെ ഒരു കുഞ്ഞ് ഇതേ കിട്ടിയോളൂ ഗൈസ് എനിക്ക്, ചെറിയൊരു കറ്റാർ വാഴ. വളരെ ചെറുതായിട്ട്, കാരണം ചൂടൊക്കെ കാരണം എല്ലാം പോയി.
ഇതെല്ലാം sorry, ഇതെല്ലാം ഹോം മെയ്ഡ്, എല്ലാം വീട്ടിൽ വെച്ചതാണ്. പോയി പറിച്ചാൽ മാത്രം നമുക്ക് കാശിലല്ല നമ്മുടെ ഹെയർ എടുക്കാം. അപ്പൊ ഇത് ഇത്രയും കൊണ്ടുവന്നു ക്ലീൻ ചെയ്യണം. എല്ലാം ഒന്ന് മിക്സിക്കകത്തിട്ട് അരയ്ക്കണം. പിന്നെന്താ, ഞാൻ അതിലൂടെ തൈരും കൂടി ചിലപ്പോൾ ആഡ് ചെയ്യും. നല്ലപോലെ മിക്സ് ചെയ്യാം. ഹെയർ സ്കാൽപ്പിലും ഹെയറിലും ഞാൻ അപ്ലൈ ചെയ്യും. ചിലപ്പോൾ ലെൻതിലേക്ക് ചിലപ്പോൾ പോകുള്ളൂ, കാരണം ക്വാണ്ടിറ്റി അനുസരിച്ച്. ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുള്ളൂ, നല്ല വെയിലായിരുന്നു അതുകൊണ്ട് ഇത്രയും എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും സാധനങ്ങൾ കൊണ്ട് തല ഇത്രയും, പിന്നെ ഓരോ വവന്ന് ഇവിടൊക്കെ മുടിയുണ്ട്, പക്ഷേ ഇങ്ങോട്ട് വരുന്നില്ല, എന്താ അറിയാം. അപ്പം ഞാനിത് ഗ്രൈൻഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് കൊണ്ട് കാണിക്കാം. എന്നിട്ട് ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്തെന്ന് കാണിക്കും. ആദ്യം എണ്ണ ഒന്ന് ജസ്റ്റ് ലൈറ്റായിട്ട് ബോയിൽ ചെയ്തിട്ട്, ബോയിലല്ല ചൂടാക്കുക, ജസ്റ്റ് ലൈറ്റായിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് ഹെയർ ഫുൾ ഒന്ന് മസാജ് ചെയ്ത് ഒരു 10 മിനിറ്റ്സോളം നമുക്കൊന്ന് മസാജ് ചെയ്ത് ജസ്റ്റ് ഒരു ബ്ലഡ് സർക്കുലേഷൻ നല്ലതാക്കാം. അപ്പം നമുക്ക് സ്കാൽപ്പിലും ഹെയറിലും നന്നായിട്ട് ചെയ്യാം. എന്നിട്ട് പിന്നെ ഈ ഹെയർ പാക്ക് ഇട്ടതിന് ശേഷം ഏകദേശം 30 മിനിറ്റ്സ്, കാരണം ഒരുപാട് നീരിറങ്ങണം. ചിലർക്ക് തലയിലോട്ട് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ പനി വരും, അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും പറ്റില്ല. അപ്പം അങ്ങനെയുള്ളവർ അതൊരു കൺസേൺ ആയിട്ട് എടുത്തിട്ട് ഈ ഒരു ഹെയർ പാക്ക് ചെയ്യുക. ട്രസ്റ്റ് മീ ഗൈസ്, അടിപൊളിയാണ്. ഞാൻ ചെയ്ത് കാണിച്ചത്. ഓക്കെ, ഞാനവിടെ ഇൻഡക്ഷൻ സ്റ്റൗവിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന എണ്ണ. നല്ല എണ്ണയാണ്. ഈ എണ്ണയുടെ ഈ എണ്ണ എന്റെ അമ്മയുടെ മുന്നിൽ കാണുന്ന കറുത്ത് ഡൈ ഉണ്ട്, പക്ഷെ അമ്മക്ക് പ്രായം വരെയുണ്ട്, പക്ഷെ തിക്നെസ് നല്ല മുടിയാണ്. നല്ലപോലെ മുടി വളരും. എന്നാണ് എപ്പോഴും നല്ല റിസൾട്ട് വന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ എണ്ണയുടെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, ഞാനത് കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു എണ്ണയാണ്, കാരണം അമ്മാമ്മയൊക്കെ സജസ്റ്റ് ചെയ്തു. അമ്മാമ്മയുടെ മുടി നിങ്ങൾ കാണണം. അപ്പൊ ഇതാണ് ഞാൻ എടുത്ത പാത്രം. ഈ പാത്രത്തിലേക്ക് ഒരു കുറച്ച് ക്വാണ്ടിറ്റി ഒഴിക്കാം. എന്നിട്ട് അത് നമ്മൾ ആ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. ക്വാണ്ടിറ്റി കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ കുറേ നാളെ ഞാൻ എണ്ണ പറ്റിയിട്ട് മുടിക്ക് ഒരു ജീവൻ വെക്കാൻ വേണ്ടി നല്ലതുപോലെ എണ്ണ എടുത്തിട്ടുണ്ട്. കൊണ്ടുവന്ന് നമുക്ക് വെക്കാം. ഞാൻ കൊണ്ടുവന്ന് അത് വെച്ചിട്ടുണ്ട് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി. ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് നമ്മുടെ പച്ച കളർ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി അരച്ചിട്ട് വരാം. അരച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. സിമ്പിൾ, ഫാസ്റ്റ്, ഫ്യൂരിയസ്. കണ്ടു ഗൈസ്, ഇതൊരു പൊട്ടപാത്രമാണ്, അതുകൊണ്ടാണ്. കാരണം അവിടെ പാത്രം എടുത്ത് ചെയ്തിരുന്നല്ലോ, പാത്രത്തെ അമ്മയുടെ ഡീറ്റെയിൽ വെള്ളം ഒഴിച്ചു. പിന്നെ ഇതേപോലെ ഡബിൾ ബോയിൽ ചെയ്തതാണ്. ചൂടുണ്ട്, കൈയിട്ട് പൊള്ളിക്കരുത്. അതേപോലെ ഇതേപോലെ ചെയ്യാം. ജസ്റ്റ് ഇത്രയും മതി. അത്യാവശ്യം തൊട്ട് വെക്കാം. ഇല്ല, ചൂടായില്ല, വെച്ചതല്ലോ. അപ്പം എന്നിട്ട് നമുക്ക് എടുക്കാം തലേ. അപ്പത്തേക്കിന് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇവിടെ ഇവിടെ കാറി കഴിഞ്ഞാൽ അമ്മയുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടും. ഫുൾ ഞാൻ ഇട്ടുണ്ട്. നമുക്ക് തൈര് എടുക്കാം. തൈര് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ചിലർ പറയും തൈര് മുടിക്ക് നല്ലതല്ല എന്ന്, ചിലർ പറയും തൈര് മുടിക്ക് നല്ലതാണ്. പക്ഷെ എന്റെ മുടിക്ക് നല്ലതാണ്. ഇതൊക്കെ ഇത് ഹോസ്റ്റലുള്ളവർക്കൊക്കെ ചെയ്യാൻ കുറച്ച് പാടുള്ള കാര്യമായിരിക്കും, കാരണം ഫെസിലിറ്റി ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഞാനങ്ങനെ തൈര് വെച്ചിട്ടുണ്ട്. നമുക്കിത് പോയി മിക്സ് ചെയ്തിട്ട് വരാം. ഇതിനിപ്പോ വെള്ളം വേണോന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. ചിലപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കാറുണ്ട്, മിക്കപ്പോഴും ഞാൻ വെള്ളം ഒഴിക്കാറുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൂസ് കൺസിസ്റ്റൻസി ആവും. അതെനിക്ക് ഇഷ്ടമല്ല. നല്ല കൊഴികൊഴാന്നിരിക്കണം, അതെനിക്കിഷ്ടം. അപ്പൊ നമുക്ക് അതെന്തൊക്കെ വരാം. ചിലപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കും കേട്ടോ, ഒഴിച്ചിട്ട് എന്ന് പറയാം. ബൈ. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. കണ്ടു, ഞാൻ ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ അത് മാത്രം ഇട്ടുണ്ടാക്കിയതാണ്. ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ വരും ചെറുതായിട്ട്, എന്നാലും അത്ര വരത്തില്ല. നമുക്ക് അത്രയും തിക് പേസ്റ്റ് എടുക്കണം. ഈ പേസ്റ്റ് അടിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അതാകുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ തലയിൽ വെച്ചേക്കാം. പക്ഷെ വെള്ളമൊക്കെ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒഴുകി ഇങ്ങനെ വരിക, അത് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. മാക്സിമം ഇങ്ങനെ വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം റോ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമല്ലേ, പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. തലത്തേക്ക് പിന്നെ എണ്ണ തേച്ചിട്ട് നമുക്ക് തലത്തേക്കാം. എനിക്കിവിടെ എല്ലാം ക്ലീൻ ആക്കണം ഗൈസ്, അത്രയ്ക്ക് പണി വെച്ചിട്ടുണ്ട്. നമ്മുടെ എണ്ണ റെഡി. പിടിക്കാൻ ഒരു ഇത്തിരി ചൂടുണ്ടാവും. ഈ സാധനത്തെ വെച്ചേക്കാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് എടുത്ത് ഇത് മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പം ഞാൻ പറഞ്ഞുതരാം. കോട്ടൺ പീസ് എടുക്കുക, ഓരോന്ന് മുക്കുക, എന്നിട്ട് ഓരോ വകുപ്പ് എടുക്കുക, ലൈക്ക് ദിസ്. എന്നിട്ട് കോട്ടൺ പീസ് എടുക്കുക, ഇങ്ങനെ മുക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ട് ചെയ്യാം. പക്ഷെ കുറച്ച് കോട്ടൺ തുണിക്കത് പിടിക്കും, അത്രേ ഉള്ളൂ. കൈ ഉപയോഗിക്കുക കൂടുതലും. എന്നിട്ട് ഇങ്ങനെ
ഓരോ പീസ് മീൻസ് ഓരോ മുടി ഇങ്ങനെ വകുപ്പ് എന്നൊക്കെ നിങ്ങൾ പറയുക. വകുപ്പ് എടുക്കാം, എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് തേക്കാം ഓരോ വകുപ്പിലോട്ട്. മുടിയിലോട്ട് എണ്ണ അങ്ങോട്ട് ഇറങ്ങി ചെല്ലട്ടെ, എന്നാലേ ഉള്ളു മുടി നീളമില്ലേലും മുടിക്ക് ഉള്ളു വേണം, എന്നാലേ മുടിക്ക് ഭംഗിയുള്ളു. അതാണ് എന്റെ കോൺസെൻട്രേഷൻ. ഇനി നീളത്തിനോട് അത്ര വലിയ മീൻസ് ഒരുപാട് നീളം ഉണ്ടായിരിക്കണം അത്ര ഒന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ ഉള്ള മുടി അത് ഭയങ്കര ഇതാക്കി എടുക്കണം, തിക്നെസ് ആയിട്ട് വളരണം, മൂളിയമായിട്ട് വളരണം. കിടക്കുമ്പം മൂളിയില്ലെങ്കിൽ ഒന്നുകൊണ്ടും ശരിയാവില്ല ഗൈസ്. ഓരോ വകുപ്പെടുക്കാനാണ് സുഖം. പക്ഷെ എന്റെ കൈ എന്നെ വകുപ്പെടുക്കാൻ സമ്മതിക്കാതെ നേരെ അതിന്റെ തോന്നി സ്ഥലത്തേക്ക് പോവാം. നമ്മൾ ഇങ്ങനെ തേച്ചിട്ട് മറ്റേ ഹെഡ് മസാജർ ആ സാധനം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക് മസാജ് ചെയ്യാം. അയ്യോ, എന്റെ മുഖം ഒരു ഓയിലി സ്കിൻ ആയത് കാരണം എണ്ണയും കൂടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്ട്രീംലി ഓയിലി ആവും. എനിക്ക് ഓരോ വകുപ്പെടുത്ത് ചെയ്യുന്ന കേട്ടോ എളുപ്പം. എനിക്കിപ്പോ വകുപ്പ് പോകുന്നതെന്ന് വരുന്നില്ല, അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ നല്ലതുപോലെ നമ്മുടെ സ്കാൽപ്പിൽ എല്ലായിടത്തും എണ്ണ പറ്റ, അതാണ് നമ്മുടെ മെയിൻ മോട്ടീവ്. ഇച്ചിരിയൊക്കെ എണ്ണ വരണം ഗൈസ്. അങ്ങനെ തലയിൽ ഇത്രയും എണ്ണ തേച്ചിരിക്കുന്ന ഗൈസ് നോക്ക്. നേരത്തെ ആ ബ്രൗൺ ആയിട്ട് ഇടുന്ന മുടി ഇപ്പൊ ഇത്രയും കറുപ്പായില്ലേ ഗൈസ്? ആയില്ലേ? നല്ല ചൂടെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇതുകൊണ്ട് ടെസ്റ്റ് നോക്കാം. അപ്പൊ ഇതെങ്ങനെ തേക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം പ്രൊസീജിയർ, ലിറ്ററലി ദ സെയിം പ്രൊസീജിയർ. എടുക്കാം, ഇങ്ങനെ ഇങ്ങോട്ട് തേക്കാം, ഓരോരോ ഭാഗത്തായിട്ട് തേക്കാം. തല കുറച്ച് ഫ്രഷ് ആവട്ടെ, തലയിലെ താരനും എല്ലാം പോട്ടെ. പക്ഷെ ഗൈസ്, ഈ ഒരു പാക്ക് നിങ്ങളൊക്കെ സിമ്പിൾ സാധനങ്ങളാണ് എന്ന്, പക്ഷെ സിമ്പിൾ സാധനങ്ങളാണല്ലോ ഗൈസ് കൂടുതൽ പവർഫുൾ ആയിട്ടുള്ളത്. ഇത് അത്രയും വേറൊന്നും വേണ്ട. ഇതിനകത്ത് ഞാൻ എടുത്തേക്കുന്നത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങയുടെ ഇലയും ചെമ്പരത്തിയും കറ്റാർവാഴ ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ മുരിങ്ങയുടെ ഇല മാത്രം മതി നിങ്ങളുടെ മുടി അത്രയും തഴച്ച് വളരാൻ. ഞാൻ വളരുന്ന കാര്യം പറഞ്ഞത്, കാരണം ഞാൻ ഈ റോസ്മേരി വാട്ടർക്ക് വരുന്നതിന് മുന്നേ ഈ എന്തെന്നാ മുരിങ്ങയില ഉണ്ടല്ലോ, അത്ര മുടി വളരാനും മുടിക്കും കണ്ണിനും ഒക്കെ അത്രയും നല്ല സാധനം നമുക്ക് ഭക്ഷണത്തിൽ തരുള്ളൂ. പക്ഷെ ഉണ്ടാക്കാറുണ്ട്, കഴിക്കാറുണ്ട് വല്ലപ്പോഴൊക്കെ, അങ്ങനെ അധികം കിട്ടാറില്ലായിരുന്നു. അത് കുറച്ച് വെള്ളം കൂട്ടി അരച്ചെടുത്ത് സ്ട്രെയിൻ ചെയ്തിട്ട് മാക്സിമം 1 വീക്ക് ഒക്കെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ആക്കി കഴിഞ്ഞാൽ ഡെയിലി രാത്രി കിടക്കുന്നതിന് മുന്നെയോ വെള്ളം നമ്മൾ സ്പ്രേ ചെയ്താൽ മതി. രാവിലെ എന്നിട്ട് വാഷ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളർ സ്കാൽപ്പിലൊക്കെ വരും, ചെറിയ ഇറിറ്റേഷൻ തോന്നും. അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ ഒരു തേച്ചിട്ടൊരു 10-15 മിനിറ്റ്സ് മസാജ് ചെയ്തിട്ട് നിന്നാലും മതി. ഓവർനൈറ്റ് ആണ് ഞാൻ ചെയ്യാറുള്ളത്. രാവിലെ കുളിക്കാൻ ഞാൻ പറഞ്ഞു, വീട്ടിൽ നിൽക്കുമ്പോൾ രാവിലെ കുളിക്കുന്നത് എനിക്ക് മടിയുള്ള കാര്യമല്ല. സോ അത് ഞാൻ കുളിക്കുമായിരുന്നു. അപ്പൊ അത്രയും റിസൾട്ട് എന്റെ ലൈഫിൽ ഞാൻ മുടി എന്തോരം വെട്ടിക്കാണെന്ന് അറിയാമോ? എന്നിട്ട് ഇത്രയൊക്കെ വളരും. എന്റെ ലൈഫിൽ ഇത്രയും റിസൾട്ട് തന്നിട്ടുള്ളൊരു ഹെയർ കെയർ പ്രൊഡക്റ്റ് വേറെ ഇല്ല, മുരിങ്ങയുടെ ഇല. അത്രയ്ക്ക് റിസൾട്ടാണ് എന്റെ ലൈഫിൽ തന്നിട്ടുള്ളത്. കാരണം അത്ര ചീപ്പാണ്. എനിക്ക് എന്റെ വീട്ടിൽ തന്നെ കിട്ടുകയും ചെയ്യും. കിട്ടിയില്ല എന്താ, വേറെ അപ്പുറത്തെ വീട്ടിൽ പോയി ഞാൻ പറിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ അതുകൊണ്ട് പറഞ്ഞത് മുരിങ്ങയുടെ ഇല ഈസ് ബെസ്റ്റ് ഫോർ എവരിത്തിങ്. നിങ്ങൾ അതുകൊണ്ട് ട്രൈ ചെയ്യാം. ഓക്കെ, മുടിയുടെ ഇത്ര നേരം തേച്ചു. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒഴുകിപ്പോയേനെ. മുടിയുടെ പുറത്ത് തേച്ചു, സ്കാൽപ്പിൽ തേച്ചു. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഈ സാറ്റർഡേ സൺഡേ എപ്പോഴും അവധിയായിരിക്കണം, എന്നാലും നമുക്ക് നമ്മുടെ ലൈഫിലൊക്കെ കുറച്ചു എന്തെന്നാ ഈ സെൽഫ് കെയർ. അല്ലെങ്കിൽ സമയം കടത്ത പേര് പാടാണ്. ഇതൊന്നും ആർക്കും ദോഷം ഉണ്ടാക്കുന്ന കാര്യമല്ല. ഈ ഹെയർ പാക്ക് സിമ്പിൾ ആണ്, കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രം മതി. ഇതൊക്കെ ഒരു കഷ്ടപ്പാടാണോ? ശരിക്കുള്ള കഷ്ടപ്പാട് താഴെയാണ്. വെള്ള ടൈമിൽ ഇതൊക്കെ വീഴുന്നത് ഭയങ്കര കഷ്ടപ്പാടാണ്, വിഷമം വരും നമുക്ക്. നമ്മളിങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി ബാക്കിയുണ്ട്. നമ്മൾ ഈ വെച്ചെടുത്തൊക്കെ അങ്ങ് തേക്കുക, കാരണം അതൊക്കെ പറ്റി പിടിച്ചിരിക്കട്ടെ. എന്നിട്ടൊരു ക്ലിപ്പ് ഇട്ട് വെക്കുന്നതായിരിക്കും സേഫ്. പക്ഷെ ക്ലിപ്പ് അപ്പത്തിരിക്കും എന്റെ, അതിപ്പോ എടുക്കണം. അതിപ്പോ എടുക്കണമെങ്കിൽ എന്റെ കൈ ക്ലീൻ ആക്കണം. എന്റെ കൈ ക്ലീൻ ആക്കിയിട്ട്
ഇതെന്താടാ ഇവിടെ ഒരെണ്ണം വന്ന് കിടക്കുന്നത്? ഇതിനൂടി നമുക്ക് ഇവിടെ ഒട്ടിച്ച് വെക്കാം. എന്നിട്ട് എല്ലാവരും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് കംപ്ലീറ്റഡ്, ഫുള്ളി കംപ്ലീറ്റഡ്. അങ്ങനെ ഹെയർ കെയർ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാനിതൊരു 30 minutes to 45 minutes, ചിലപ്പം 1 hour വരെ പോകും. എന്തുകൊണ്ട്? സ്ക്രോൾ ചെയ്തിരിക്കുന്നുണ്ട്. മാക്സിമം 30 minutes വെച്ചാൽ മതി. നിങ്ങൾ 30 minutes വെക്കുക, വാഷ് ഓഫ് ചെയ്യുക, ക്ലീൻ വാട്ടർ വെച്ച്, അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് പച്ചക്കളർ സാധനമൊക്കെ ഇരിക്കും, എൻ്റെ ബാക്കി റെസിഡ്യൂസ് ഒക്കെ. അതുകൊണ്ട് നിങ്ങൾ ഷാമ്പു കണ്ടീഷണർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത് ചെയ്യുക. എന്നിട്ട് കുളിച്ചിട്ട് സെറം തേക്കുക. പെർഫെക്റ്റ്. ഞാനപ്പം 30 minutes വെയിറ്റ് ചെയ്യട്ടെ. എന്നിട്ട് ഞാൻ വാഷ് ചെയ്ത് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് എൻ്റെ ഹെയർ ടെക്സ്ചർ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ഞാൻ എന്താ നല്ലൊരു കുളിയൊക്കെ പാസ്സായി നല്ലൊക്കെയാണ് നിർത്തിയിട്ട് ഹെയർ പാക്ക് ആയി പുറത്തേക്ക് ഇട്ടുള്ളത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഹെയർ കാണിച്ചു തരാം ആഫ്റ്റർ വാഷിംഗ് മൈ ഹെയർ പാക്ക്. ഓക്കെ, കട്ടി 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 കട്ടിയായിട്ട് കിടക്കുന്ന കാണാവോ ഗൈസ്? ഫുൾ നല്ല വെറ്റാണ്. ഞാൻ ഒരുപാട് തോർത്തിട്ട് ഒരിക്കലും കൊഴയാറില്ല, കാരണം അതിനകത്താണ് കൂടുതലും മുടി വരാറ്. സോ അങ്ങനെ ഞാൻ ചെയ്യാറില്ല. ഇതിങ്ങനെ ഞാൻ ഷാമ്പു ഇട്ട് കഴുകി രാത്രിയുടെ ഉള്ളതാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്തത് അമാർത്തിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ്, പക്ഷെ അത് ഹോസ്റ്റലാണ്. ഇതേ ഇവിടെ ഉള്ളായിരുന്നു. ഞാൻ അത് വെച്ച് കഴുകി. ഇനി ഞാൻ കുറച്ച് സെറം തേക്കും, കാരണം ഹെയർ എപ്പോഴും ഞാൻ വെറ്റായിട്ട് ഇരിക്കുമ്പോഴേ സെറം തേക്കും, കാരണം അത് നല്ലൊരു ഷൈനിങ് കിട്ടും ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ. നന്നായിട്ട് റബ്ബ് ചെയ്യണം. ഇത് കണ്ടോ, ഈ റബ്ബിന് ഒരു ചൂട് വരണം. എന്നിട്ട് ഇട്ടിട്ട് ഫുൾ അതിന് തേച്ച് വേണം. ഇതാണ് ഗൈസ് എൻ്റെ റോ ആയിട്ടുള്ള ഹെയർ. റോ ആയിട്ടുള്ള ഹെയർ നോക്കുക, വെച്ച് ഭയങ്കരമായിട്ടിരിക്കുക. ഞാൻ ഇപ്പോൾ കോംബ് ചെയ്യില്ല. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ സ്കാൽപ്പൊക്കെ നല്ലപോലെ കാണാം, കാരണം നനഞ്ഞ് കുളിച്ചിരിക്കുന്നതാണ്. സ്കിൻ കെയർ ഇപ്പോൾ ചെയ്യില്ല, ഇനി കണ്ടിന്യൂ ചെയ്യണം. ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു ഹെയർ പാക്ക്, സിമ്പിൾ ഹെയർ കെയർ ടിപ്പ്. മടി പിടിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ ഹെയറിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ നല്ലപോലെ ഡീറ്റെയിൽ ആയിട്ട് ഹെയർ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ള ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ എൻ്റെ ഹെയർ കെയർ വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ഇറ്റ് ആൻഡ് ട്രൈ ഇറ്റ് ഔട്ട്. യു വിൽ ഗെറ്റ് ബെസ്റ്റ് റിസൾട്ട്. ഓക്കെ, അടുത്ത വീഡിയോ എന്താ വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ടിൽ ദെൻ ബൈ ബൈ.